ഓം ശാന്തി. പലപ്പോഴും തമാശയ്ക്കായിട്ടും ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യത്തിൻ്റെ ആധാരത്തിലുമൊക്കെ ഒരാളെ നമ്മൾ കളിയാക്കി സംസാരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ അക്കൗണ്ട് ഉണ്ട്. വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ഉപയോഗിക്കേണ്ട ഒരു ആയുധമാണ് നമ്മുടെ വാക്കെന്ന് പറയുന്നത്. അത് അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രഭാവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനൊരു കൊച്ചു കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരികയാണ്. ഒരിക്കൽ ഒരു രാജാവ്, ധർമ്മിഷ്ഠനായ ഒരു രാജാവ്, ബ്രാഹ്മണന്മാർക്ക് അന്നദാനത്തിന് വേണ്ടി ബ്രാഹ്മണന്മാരെ വിളിച്ചു. ഒരുപാട് ബ്രാഹ്മണന്മാർ അന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ ആഹാരം ഉണ്ടാക്കിയിരുന്നതും ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ആഹാരം ഉണ്ടാക്കേണ്ടത് കൊണ്ട് അവിടെ അങ്ങനെ ആഹാരം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഒരു തുറന്ന സ്ഥലത്ത്, അതായത് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് തന്നെ അതേസമയം അടുക്കളയോട് ചേർന്ന ഒരു ഭാഗം അത്തരത്തിലുള്ള ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരുക്കിയിരുന്നു. അതിന് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ളതായിരിക്കുന്ന ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ ആ ഒരു വലിയ പാത്രത്തിൽ ഇത് ആഹാരമായിരുന്നു, ഇങ്ങനെ ചോറ് തളച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പരുന്ത് ഒരു സർപ്പത്തെ കൊത്തിക്കൊണ്ട് ആ പരുന്ത് തൻ്റെ ആഹാരവും എടുത്തുകൊണ്ട് പോവുമായിരുന്നു. ഈ സർപ്പമാണെങ്കിൽ പ്രാണന് വേണ്ടി പിടച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പരുന്തിൻ്റെ ആ നഖങ്ങൾക്കുള്ളത് അള്ളിപ്പിടിച്ചത് കൊണ്ട് തന്നെ ഇതെത്ര അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിട്ടും ഈ പരുന്തിനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഈ സർപ്പം താഴ്ന്നുകൊണ്ട് ചീറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചീറ്റുന്നതായിരിക്കുന്ന വിഷമൊന്നും തന്നെ മേലേക്കല്ല പോകുന്നുണ്ടായിരുന്നത്, താഴേക്കാണ് വീഴുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സർപ്പത്തിന് കൊത്തിക്കൊണ്ട് പരുന്ത് പറന്നു പോയത് ഈ ആഹാരം പാചകം ചെയ്യുന്നതിൻ്റെ മേലെ കൂടിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ പോകുന്നതിനിടയ്ക്ക് സർപ്പം വിഷം ചീറ്റിയതും ഈ ആഹാരത്തിൻ്റെ മേലെ എത്തിയതും ഒരുമിച്ചായിപ്പോയി. സർപ്പം ചീറ്റിയ വിഷം നേരെ ആഹാരത്തിൽ വന്ന് ഇറ്റി. ഈ കാര്യം ആഹാരം പാചകം ചെയ്യുന്ന ആളും അറിയുന്നില്ല, ഇത് കൊത്തിക്കൊണ്ട് പറന്നു പോകുന്ന പരുന്തും അറിയുന്നില്ല, താഴെ ആഹാരത്തിൽ വിഷം വീണു എന്നുള്ള കാര്യം ഈ സർപ്പത്തിനും അറിയില്ല. അങ്ങനെ അന്ന് എല്ലാവർക്കും ആഹാരം വിളമ്പി. ആഹാരം വിളമ്പിയതിൽ ഈ സർപ്പത്തിൻ്റെ വിഷമേറ്റ് പല ബ്രാഹ്മണന്മാർക്കും അവരുടെ വയറ് കേടായി, ചിലർ മരിച്ചു. ഇങ്ങനെ ബ്രാഹ്മണന്മാരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്ത് ബ്രാഹ്മണന്മാരെ ഒന്നിച്ചു കൊന്നവൻ എന്ന് രാജാവിൻ്റെ പേരിൽ ഒരു ദുഷ്പേര് വന്നു. അങ്ങനെ ബ്രാഹ്മണന്മാരുടെ രാജഗുരു വന്നു, കാര്യങ്ങൾ വന്നു, ചർച്ച നടത്തി. രാജഗുരു ധ്യാനത്തിൽ കണ്ടു ഇത് സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന പരുന്ത് ആ സർപ്പത്തിന് കൊണ്ടുപോയി അത് ചീറ്റിയ വിഷമായിരുന്നു വീണത്, അത് രാജാവ് അതിൽ കുറ്റക്കാരനല്ല എന്ന് ബ്രാഹ്മണന്മാരൊക്കെ മനസ്സിലാക്കി. എല്ലാവരും രാജാവിനോട് ക്ഷമിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞു ഈ രാജാവിൻ്റെ ദാനധർമ്മിഷ്ഠ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന അന്യദേശത്തിലെ കുറച്ച് ബ്രാഹ്മണന്മാർ രാജാവിനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തിയ സമയത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴി അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ ആ സ്ഥലത്ത് കണ്ടതായിട്ടുള്ള ഒരു ബ്രാഹ്മണനോട് ചോദിച്ചു, നിങ്ങൾ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, പലപ്പോഴും നിങ്ങൾ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ, നിങ്ങളൊന്ന് വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണൻ കൊട്ടാരത്തിലേക്കുള്ള വഴിയൊക്കെ ബ്രാഹ്മണന്മാർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നത്, നിങ്ങൾക്ക് ആ രാജാവിനെ ശരിക്കും അറിയാഞ്ഞിട്ടാണ് എന്ന്. അപ്പോൾ പറയും, അതെന്താ അങ്ങനെ പറയുന്നത്, അങ്ങ് അദ്ദേഹം വളരെ ദാനധർമ്മിഷ്ഠനാണെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പറയും, അങ്ങനെയല്ല, വാസ്തവത്തിൽ ഈ കഴിഞ്ഞ മാസം രാജാവ് എല്ലാ ബ്രാഹ്മണന്മാരെയും ഒന്നിച്ച് അന്നദാനം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഊട്ടാനെന്ന് പറഞ്ഞുകൊണ്ട് വിഷം കലർത്തിയ ആഹാരം തന്ന് ഞങ്ങളെയൊക്കെ കുറേ ബ്രാഹ്മണന്മാരെ കൊന്നവനാണ്. അന്ന് ആഹാരം കഴിച്ചതിൽ വയറ് കേടായവനാ ഞാൻ, ഇന്ന് വരെ എൻ്റെ വയറ് ശരിയായിട്ടില്ല. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ ബ്രാഹ്മണൻ വന്ന ബ്രാഹ്മണന്മാരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ രാജാവിൻ്റെ അടുത്ത് പോകാനുള്ളതായിട്ടുള്ള പേടി കൊണ്ട് ബ്രാഹ്മണന്മാരെ വധിക്കുന്ന ബ്രഹ്മഹത്യാ പാപം ചെയ്യുന്ന ഒരു രാജാവോ എന്നും പറഞ്ഞുകൊണ്ട് രാജാവിന് നേരെ ചീത്തമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് ആ ബ്രാഹ്മണന്മാർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ ദൃശ്യം അങ്ങനെ തന്നെ ധർമ്മരാജൻ്റെ മുന്നിലെത്തി. ധർമ്മരാജപുരിയിൽ ആർക്കാണ് ഇതിൻ്റെ ശിക്ഷ വിധിക്കേണ്ടത് എന്ന ചോദ്യമായി. ആരെയാണ് ശിക്ഷിക്കേണ്ടത്? ഈ സർപ്പത്തെ കൊത്തിക്കൊണ്ട് പറന്നുപോയ പരുന്തിനെയാണോ? കാരണം പരുന്ത് സർപ്പത്തെ കൊത്തിക്കൊണ്ട് പോയത് കൊണ്ടാണല്ലോ ആ വിഷം അവിടെ വീണത്. അതുകൊണ്ട് ആളുകൾക്ക് ബ്രാഹ്മണന്മാരെ ഊട്ടിയതിൻ്റെ വിഷത്തിൻ്റെ പാപം അത് പരുന്തിനാണോ എന്ന ചോദ്യം. അപ്പോൾ എല്ലാവരും ഭാഗത്തുനിന്ന് അതിൻ്റെ
കൂടെ ഇരിക്കുന്ന എല്ലാവരും ഉത്തരം പറഞ്ഞു, അല്ല, പരുന്ത് അതാഴെ ആഹാരം ഉണ്ടെന്നും പരുന്തിന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ സർപ്പത്തെ കൊത്തി തിന്നുക എന്നുള്ളത് പരുന്തിൻ്റെ ആഹാരമാണ്, അതിനതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അതിൻ്റെ കർമ്മത്തിലൊരു തെറ്റുമില്ല. എന്നാൽ പിന്നെ ഈ ആഹാരത്തിലേക്ക് വിഷത്തെ ഇറ്റിച്ചതായിരിക്കുന്ന പാമ്പിനാണോ കുറ്റമെന്നായി. അവൻ ഒരിക്കലുമല്ല, തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പാമ്പ് പരാക്രമം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ ധർമ്മമാണ് നിറവേറ്റിയിട്ടുള്ളൂ, അതുകൊണ്ട് അതും അതിൽ കുറ്റവാളിയല്ല. അപ്പോൾ ചോദ്യമായി, ആഹാരം ഉണ്ടാക്കിയ ബ്രാഹ്മണനാണോ? അതൊരിക്കലുമല്ല, അയാൾ സദ്ഭാവനയോട് കൂടിയിട്ട് ബ്രാഹ്മണന്മാർക്ക് ആഹാരം ഉണ്ടാക്കിയതാണ്. അതിൽ വിഷം കലർത്തി എന്ന് പോലും ആ ബ്രാഹ്മണൻ അറിയില്ല, അതുകൊണ്ട് ബ്രാഹ്മണനും കുറ്റക്കാരനല്ല. പിന്നെ രാജാവാണോ? രാജാവ് ഒരിക്കലുമല്ല തൻ്റെ രാജ്യത്ത് ജീവിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കർമ്മമാണ്, അതിനിങ്ങനെ ഒരു പരിണത ഫലം വരും എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ചോദ്യം, ആരുടെ മേലാണ് ഇതിൻ്റെ പാപം ഏൽപ്പിക്കേണ്ടത്, ആർക്കാണ് ഇതിൻ്റെ കർമ്മക്കണക്ക് അനുഭവിക്കേണ്ടത് എന്ന്. അവസാനം ധർമ്മരാജൻ്റെ വിധി, ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഇവരെല്ലാവരും തന്നെ നമുക്ക് തെറ്റിൻ്റെ കണക്കിൽ നിന്ന് മുക്തമാക്കാം. പക്ഷേ രാജാവ് ബ്രാഹ്മണനെ കൊല്ലാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും താൻ അനുഭവിച്ച ഒരു ദുരനുഭവത്തിൻ്റെ പേരിൽ രാജാവിന് ദുഷ്കീർത്തി ഉണ്ടാക്കിയ ആ ബ്രാഹ്മണനും അതുപോലെ പറയുന്ന എല്ലാ ബ്രാഹ്മണന്മാർക്കും ആ ഒരു പാപത്തിൻ്റെ പങ്ക് കൊടുത്തുകൊണ്ട് ആ കണക്ക് തീർക്കണം എന്ന് ധർമ്മരാജപുരിയിൽ വിധി വന്നു അത്രേ. ധർമ്മരാജപുരി എന്നൊരു ലോകമുണ്ടോ, അവിടെ അങ്ങനെ വിധി വരുമോ, അതെല്ലാം വേറെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർമ്മം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ നിരപരാധികളായിട്ട് ചില സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ കുരുങ്ങിയിട്ട് പലരും പല സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റിൽ കുരുങ്ങി പോവാറുണ്ട്, ചതിക്കപ്പെടാറുണ്ട്. പക്ഷേ അത്തരം ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് അവർ പാപിയാണ്, അവരങ്ങനത്തവരാണ്, അവരിങ്ങനത്തവരാണ് എന്ന് നമ്മൾ അവരെ വിധിക്കുമ്പോൾ മനസ്സിലാക്കുക, ആ കർമ്മത്തിൻ്റെ ഫലം അവരെക്കാൾ കൂടുതൽ ഒരു പങ്ക് പറ്റാൻ നമ്മളും അർഹരായിട്ട് മാറുകയാണ്. ഇത് കർമ്മത്തിൻ്റെ ഒരു സൂക്ഷ്മമായിരിക്കുന്ന കണക്കാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും തമാശയ്ക്കാണെങ്കിലും ശരി, ആരെയും കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് ദോഷമില്ല, അവർ കേൾക്കില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് പല വിചാരങ്ങളിലാണ് മനുഷ്യന്മാർ മറ്റൊരാളെ നിന്ദ കാണുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരിക്കലും ഒരാളെയും തെറ്റ് പറയാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആരുടെയും പാപത്തിൻ്റെ കണക്ക് പങ്കിട്ടെടുക്കാതെ അവനവൻ്റെ കർമ്മം അവനവന്. നമ്മുടെ സത്കർമ്മം അതിലൊരു കർമ്മത്തിൽ ശ്രേഷ്ഠമായ ഭാഗമാണ് ശ്രേഷ്ഠമായിരിക്കുന്ന വാക്കുകൾ. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ വാക്കുകളെ വരദാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് വായിൽ നിന്ന് വരുന്നെങ്കിൽ അത് വരദാനങ്ങൾ വരട്ടെ, ആർക്കുള്ളതായിരിക്കുന്ന ശാപമോ അല്ലെങ്കിൽ സ്വയം അവനവന് ശപിക്കാനുള്ളതായിരിക്കുന്ന വാക്കുകളോ വരാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്, അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.